അതെ ഗൈസ്, നയനയാണ് ദേവി എനിക്ക് കരള് കൊടുത്തതെന്ന് ജലജ തിരിച്ചറിയാണ്. ആദർശിന്റെ മുറിയിലെ ഷെൽഫ് തുറക്കാണ് ജലജ. ജലജ ഒരു കള്ളത്തരത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. എന്നാൽ ഞെട്ടിക്കുന്ന ചില പേപ്പേഴ്സ് ആണ് ജലജയ്ക്ക് കിട്ടുന്നത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നയനയാണ് ദേവി എനിക്ക് കരള് കൊടുത്തതെന്ന്. എന്തായാലും ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ജലജ. ഓക്കെ, ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തിനെ കാണിക്കുന്നത് മുത്തശ്ശനും ആദർശും സംസാരിക്കുന്നതാണ്. ആദർശ് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ ഇത് നമ്മുടെ കമ്പനിയുടെ കുറച്ച് അത്യാവശ്യപ്പെട്ട പേപ്പേഴ്സാ. ഇതെന്തായാലും മുത്തശ്ശൻ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതാ നല്ലത്. ഇത് കേട്ടപ്പോ തന്നെ മുത്തശ്ശൻ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവരെ ചിരി കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ ഞങ്ങൾക്കൊക്കെ പ്രായമായി വരുമല്ലേ, ഇതെങ്ങാനും എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഞങ്ങൾക്കത് ഓർമ്മ വന്നില്ലെങ്കിലോ? അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഇനി മുത്തശ്ശനെ ഏൽപ്പിക്കേണ്ട. ഓഫീസ് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളെല്ലാവരും നോക്കിയാൽ മതി. ആ സമയത്താണ് അതിലൂടെ ജലജ പാസ് ചെയ്യുന്നത്. ഇവരുടെ സംസാരം കേട്ടിട്ട് ജലജയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തോ കാര്യമായി ഡിസ്കസ് ചെയ്യാന്നാ തോന്നുന്നത്. എന്തായാലും ഒന്ന് കേട്ടേക്കാം. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഈ പേപ്പേഴ്സ് ഒക്കെ ആദ്യം മുതലേ മുത്തശ്ശനല്ല കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴും മുത്തശ്ശനെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നത്. ആദർശേ, എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ് നിന്നെ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇത് നീ തന്നെ സൂക്ഷിച്ചോ. അത് പിന്നെ മുത്തശ്ശ, ഏയ് ഒന്നും പറയണ്ട. അതല്ല മുത്തശ്ശ, ഇത് നമ്മുടെ കമ്പനിയുടെ കുറെ സീക്രട്ട് പേപ്പേഴ്സാ. ഇതങ്ങനെ മിസ്സാവാൻ പാടില്ല. ഇത് കേട്ടപ്പോ ജലജ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തോ പേപ്പേഴ്സിന്റെ കാര്യമാണല്ലോ പറയുന്നത്, മിസ്സാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശേ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ നല്ലത് നിന്റെ ഭാര്യ തന്നെയാ. നയനമോള് നല്ല രീതിയിൽ അത് സൂക്ഷിച്ചു വെച്ചോളും. ഇത് കേട്ടപ്പോ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഓ പിന്നെ അവൾ അതും കിട്ടി നാട് കടക്കുമ്പോഴായിരിക്കും നിങ്ങളൊക്കെ മേലോട്ട് നോക്കി നിൽക്കുക. അതുവരെ ഉണ്ടാവും നയനപുരാണം. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ശരി മുത്തശ്ശ, എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇത് സൂക്ഷിച്ചോളാം. ആ ആദർശേ, ഇത് നന്നായിട്ട് സൂക്ഷിക്കണം. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവാന്നറിയാലോ. ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികൾക്ക് പിന്നെ അവകാശികൾ ഉണ്ടാകില്ല. അതൊക്കെ എനിക്കറിയാം മുത്തശ്ശ. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, ആ മോനെ ഇതിപ്പോ തന്നെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ. ഇവിടെ ചില ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഇനങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് കേട്ടാലേ പിന്നെ അത് മോനൊരു തിരിച്ചടിയായിരിക്കും. ഇല്ല മുത്തശ്ശി, ഞാൻ ഇത് പെട്ടെന്ന് തന്നെ കൊണ്ടുവച്ചോളാം. ഇതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ജലജ മനസ്സിൽ കരുതുന്നുണ്ട്, എന്നാലും എന്തായിരിക്കും ആ പേപ്പേഴ്സിലെ രഹസ്യം? ആ പേപ്പർ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ അവകാശികളൊക്കെ ഇല്ലാതായി പോകുന്നല്ലേ പറഞ്ഞത്. എങ്കിൽ പിന്നെ ആ പേപ്പറിൽ എന്താ ഉള്ളതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ആദർശേ, നിന്നെ തട്ടിയിട്ട് എന്റെ മോനെ ഞാൻ നീ നിൽക്കുന്ന സ്ഥാനത്തെത്തിക്കും. അവൻ എന്റെ മോന്റെ സ്ഥാനം തട്ടിയെടുത്ത് എനിക്ക് കൊടുത്തിരിക്കുമല്ലേ. ഇതിനൊക്കെ ഞാൻ അവൻ അനുഭവിപ്പിക്കും. എന്തായാലും ഈ സന്തോഷ വാർത്ത അബിയോട് പറയണ്ടേ? അല്ലെങ്കിൽ വേണ്ട, ആ മണ്ടൻ അത് എന്തെങ്കിലും കോലത്തിലാക്കും. സ്വയം റിസ്കി തന്നെ ചെയ്യണം. ഇതും പറഞ്ഞ് ജലജ റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, വസുന്ധരെ, ഈ കാര്യത്തിൽ എനിക്ക് പേടിയില്ലാതില്ല. എന്നാലും ആദർശിലുള്ള വിശ്വാസ ആ പേപ്പർ ഞാൻ അവനെ ഏൽപ്പിച്ചത്. അതെന്തായാലും ഇദ്ദേഹം ചെയ്തത് നന്നായിരിക്കല്ലേ. അതുകൊണ്ടെന്താ, സുരക്ഷയുള്ള കൈ തന്നെ ആ പേപ്പർ എത്തിയില്ലേ. വേണമെങ്കിൽ അങ്ങനെ ആശ്വസിക്കാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശിനും നയനയാണ്. നയന മുറിയിൽ വസ്ത്രമൊക്കെ മടക്കി വെക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശ് ഈ പേപ്പറുമായിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആദർശേട്ടാ? നയനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടു. ഇത് നമ്മുടെ കമ്പനിയുടെ കുറച്ച് മെയിൻ പേപ്പേഴ്സാ. ഇത് സാധാരണ ഞാൻ മുത്തശ്ശനെ ഏൽപ്പിക്കാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം മുത്തശ്ശൻ അത് ഏറ്റെടുക്കുന്നില്ല. തൽക്കാലം ഈ പ്രാവശ്യം എന്നോട് സൂക്ഷിക്കാനാ മുത്തശ്ശൻ പറഞ്ഞത്. ആ സമയത്ത് ജലജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഡോറിന്റെ പിന്നിൽ തന്നെ ഇരുന്നിട്ട് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് ഇവര് പറയുന്നതൊക്കെ. സാധാരണ ഇത് പുറത്തു കൊണ്ടുവെക്കാറാ മുത്തശ്ശന്. ഇന്നിപ്പോ സമയം ഇത്രയായില്ലേ, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഷെൽഫിൽ വെക്കുന്നുണ്ട്. നയനെ, നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഇതിലുണ്ടായിക്കോളണം. ആ സമയത്ത് ഇത് കേട്ടിട്ട് ജലജ പറയുന്നുണ്ട്, ഇനി വേറൊന്നും വേണ്ട. അപ്പൊ അത് ഷെൽഫിൽ തന്നെ കാണും. ഇവര് മാറുന്ന സമയത്ത് ആ ഷെൽഫിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റണം. ഇതും പറഞ്ഞ് ജലജ അവിടുന്ന് പോകാൻ കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, എന്നാലും ഇതിവിടെ സൂക്ഷിക്കുന്നത് അത്ര സേഫ് അല്ല. പക്ഷെ എന്ത് ചെയ്യാനാ നയനെ, സമയം ഇത്രയായില്ലേ. ഒരു കാര്യം ചെയ്യാം, ആദർശേട്ടൻ അത് എന്റെ കൈത്താ. ഞാൻ അത് സേഫായിട്ട് ഒരു സ്ഥലത്ത് വെക്കാം. എവിടാ നയനെ? അതൊക്കെ ഞാൻ പറയാം, ആദ്യം അത് താ. ആദർശ് എന്തായാലും ആ പേപ്പേഴ്സ് നയനയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ. നയന ആ ഫയൽ കൊണ്ടുപോയിട്ട് നയന ആദ്യം കിടന്നിരുന്ന ആ പായില്ലേ, ആ പായയുടെ ഉള്ളിലാക്കിയിട്ട് ആ ഫയൽ വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇതിനി ആരും എടുക്കത്തില്ല. നാളെ രാവിലെ വരെ ഇത് പൂർണ്ണമായിട്ട് സേഫായിരിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനെ, ഏതായാലും ഇതുകൊണ്ട് ഇങ്ങനെയൊരു ഉപകാരം ഉണ്ടായി അല്ലേ? സത്യം പറഞ്ഞാൽ അതെ. ഓക്കെ, അങ്ങനെ അവർ സ്ഥലം മാറ്റിയ വിവരമൊന്നും ജലജയ്ക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടോ. നയനിയും ആദർശമൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ജലജ. ആ സമയത്ത് ജലജ മെല്ലെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് അബിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. നവ്യയുടെ അടുത്താണ് അബി ഇരിക്കുന്നത്. ഇവ നോക്കുന്നില്ലല്ലോ. എടാ അബി,
എന്നാൽ പെട്ടെന്ന് തന്നെ അബി തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തും നവ്യ തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ അബിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ നിന്റെ അമ്മ കുറെ നേരമായിട്ട് അവിടെ നിന്ന് ഗോഷ്ടി കാണിക്കുന്നു. ദേ എന്റെ അമ്മ ഗോഷ്ടി കാണിക്കുന്നുണ്ടെങ്കിലേ നിനക്കിപ്പോൾ എന്താ കുഴപ്പം? അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ലേ, നിന്നെ കിട്ടാൻ വേണ്ടിയാ അവിടുന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അബി ജലജയുടെ മുഖത്തോട് നോക്കുന്നുണ്ട്. അപ്പൊ ജലജ പതുക്കെ അങ്ങോട്ട് വിളിക്കാൻ കേട്ടോ. അപ്പൊ അബി പറയുന്നുണ്ട്, അമ്മേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. പറ്റില്ല, നീ ഇപ്പൊ വന്നേ പറ്റൂ എന്നൊക്കെ ജലജ അവിടുന്ന് ആക്ഷൻ കാണിക്കാണ്. എന്തായാലും അബി മനസ്സോടെ ജലജയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്താ അമ്മേ, അമ്മ എന്തിനാ എന്നെ ആ കഴിക്കാൻ ഇരുന്നോടത്തുനിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നത്? എടാ മരമണ്ട, എനിക്ക് ഇതുപോലൊരു കിഴങ്ങനാണല്ലോ ജനിച്ചത്. ദേ അമ്മേ, ഇങ്ങനെ ഓരോന്ന് പറയാനാണോ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? എടാ അതൊന്നും അല്ല, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എങ്കിൽ പിന്നെ പെട്ടെന്ന് പറ അമ്മേ. മനുഷ്യന് വിശന്നിട്ട് കൊടല് കരിയുന്നു. ഇവിടുന്ന് കിട്ടുന്ന വല്ലതും കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ആദ്യമൊക്കെ കയ്യിൽ പൂത്ത കാശുണ്ടായിരുന്നപ്പോഴേ എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വെട്ടി വിഴുങ്ങി തിന്നിട്ട് വരായിരുന്നു. ഇതിപ്പോ അത് പറ്റോ? ഇവളുടെ കൂടെ ഇരിക്കാനെന്ന് മുത്തശ്ശിയുടെ ഓർഡറാണ്. അത് മാത്രമല്ല കയ്യിൽ 5 പൈസ എടുക്കാനുമില്ല. എടാ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാ ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്ത് സൊല്യൂഷൻ? അമ്മ കുറെ സൊല്യൂഷൻ ഉണ്ടാക്കി, അതൊന്നും ഇതുവരെ നടന്നില്ലല്ലോ. ഇനി അമ്മ മിണ്ടാതിരിക്കുക, ഞാൻ കിട്ടിയത് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കട്ടെ. എടാ ഞാൻ പറയുന്നോന്ന് ആദ്യം കേൾക്കെങ്കിലും ചെയ്യ്. എന്താ അമ്മയ്ക്ക് ഇനി എന്താ അടുത്തത് ഒപ്പിക്കാനുള്ളത്? എടാ ഇന്ന് ആദർശിന്റെ കയ്യിലെ ഒരു വിലപ്പെട്ട നിധി മുത്തശ്ശൻ കൊടുക്കുന്നത് ഞാൻ കണ്ടു. വിലപ്പെട്ട നിധിയോ? അതെ, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അതിനാ ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചത്. എന്ത് കൊടുത്തെന്ന് അമ്മ പറയുന്നത്? അതെ, ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് എന്തെങ്കിലും പേപ്പേഴ്സ് ഇവിടേക്ക് കൊണ്ടുവരോ? എന്തോ നല്ല സൂക്ഷ്മതയിൽ കൊണ്ടെടുക്കേണ്ടതാ. അതെന്തോ മുത്തശ്ശനെ ഇതുവരെ നോക്കിയിരുന്നത് എന്ന് ഇപ്പൊ ആദർശ അത് നോക്കുന്നത്. അതെന്ത് പേപ്പർ? അപ്പൊ നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ? പേപ്പർ ഏതാന്ന് അറിയണ്ട അമ്മേ. എടാ അത് അത്രയും വിലപ്പെട്ട പേപ്പറാ. അത് നഷ്ടപ്പെട്ടാലേ അവകാശികളൊന്നും പിന്നെ അതിനുണ്ടാവത്തില്ല. ആ പേപ്പറാണോ? അത് മുത്തശ്ശന്റെ കസ്റ്റഡിയിലുണ്ടാവാറ്. എടാ പോത്തെ, നിന്നോട് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അമ്മ അങ്ങനെ പറ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവും. അല്ലമ്മേ, ആ പേപ്പർ ആദർശിന്റെ കയ്യിലാണോ? അതെപ്പോഴും മുത്തശ്ശ മാത്രം സൂക്ഷിക്കുന്നതാണല്ലോ. എടാ ആ കിളവന് പ്രായമായി തുടങ്ങിയില്ലേ, അപ്പൊ പിന്നെ ഇവനെ ഏൽപ്പിക്കാന്ന് കരുതി കാണും. എന്തായാലും നീയൊക്കെ പാഴല്ലേ അമ്മേ. എടാ എന്നെ സംബന്ധിച്ചിടത്തോളല്ല, അവരെ സംബന്ധിച്ചിടത്തോളം നീയൊക്കെ അവരുടെ മുന്നിൽ ഒരു പാഴാണ്. അതുകൊണ്ട് അവന് തന്നെ എല്ലാം അവർ എഴുതി കൊടുക്കും. ദേ ആദർശ കയ്യിൽ നിന്ന് ആ പേപ്പർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശന് ഏറെക്കുറെ നഷ്ടപ്പെട്ട മട്ടായിരിക്കും. എന്തായാലും നിനക്കതിൽ എന്തെങ്കിലും ഒരു ലാഭം ഇല്ലാതിരിക്കില്ല. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നോട് ഓരോന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി നീ. അമ്മ പറഞ്ഞതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. അല്ല എന്നിട്ടിപ്പോൾ അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? എടാ അവൻ അത് എവിടെയാ വെച്ചിരിക്കുന്നതെന്നറിയോ? ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടു. അവൻ നയനോട് സംസാരിക്കുന്നത് അവന്റെ അലമാരയിലെ ഷെൽഫിനകത്തുണ്ടത്. അതിപ്പോൾ നമ്മളെങ്ങനെ എടുക്കാനമ്മേ? അവനെ ഇപ്പം അവളുമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആ സമയത്ത് ഞാൻ പോയിട്ട് അത് പതുക്കെ എടുക്കും. നീയേ അവൻ അവിടുന്ന് എഴുന്നേൽക്കുന്നത് എനിക്കൊരു സിഗ്നൽ തന്നാ മതി. അത് ഞാൻ ഏറ്റമ്മേ. അല്ലാതെ നിന്നെ പറഞ്ഞു വിട്ടാലേ നീ വല്ല മഞ്ഞക്കടലാസം എടുത്തോണ്ട് വരും. അമ്മ എന്നെ പരിഹസിച്ചത് മതി. അമ്മ പോയി എടുത്തോണ്ട് വരുന്ന എന്താന്ന് നമുക്ക് കാണാം. കാണാടാ. ദേ വാശി കാണിക്കാതെ അവൻ അവിടുന്ന് എഴുന്നേൽക്കുന്നത് നോക്ക്. ഞാനിപ്പോൾ വരാം. എന്നാൽ ഇതൊക്കെ നവ്യ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇവരുടെ കളികളൊക്കെ. അമ്മയും മോനെ എന്തോ ഒപ്പിക്കുകയാണെന്നാ തോന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് പറഞ്ഞാലും നന്നാവാത്ത ആളുകളാ. ഓക്കെ, ജലജ അങ്ങനെ ആദർശിന്റെ മുറിയിൽ എത്തുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴൊന്ന് സമാധാനമായത്. അയ്യോ ഇവന്റെ ഷെൽഫിന്റെ കീ ഇനി എവിടെയാണാവോ? ഇതും പറഞ്ഞ് ഷെൽഫ് അങ്ങനെ പിടിച്ച് തുറക്കുകയാണ് കേട്ടോ ജലജ. ആ സമയത്ത് ഷെൽഫിന്റെ കീ ഒന്നും ഇല്ല കേട്ടോ, അതങ്ങ് തുറന്നു പോരുന്നുണ്ട്. ഇവൻ ഇത്രയും സുരക്ഷയില്ലാതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നാളെ രാവിലെ എടുത്തോണ്ട് പോകാനുള്ളതാണല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇതിൽ വെച്ചതായിരിക്കും. ഇതും പറഞ്ഞ് ജലജ അടിച്ചു പെറുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഒരു ഫയല് കാണുന്നത്. അതേപോലെ തോന്നിക്കുന്ന ഒരു ഫയല്, അതായത് നയനയുടെ ഹോസ്പിറ്റൽ ഫയലാണ് കേട്ടോ അത്. ഇത് തന്നെ സാധനം. ഇതും പറഞ്ഞ് ജലജ അത് എടുത്തുകൊണ്ട് പതുക്കെ ആ ഡോറും അടിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജലജ അതിലെ ഓരോ പേപ്പർ എടുത്ത് നോക്കുന്നതാണ് കേട്ടോ. എടാ ആദർശേ, ഇന്നത്തോടെ നിന്റെ തലവര ഞാൻ വളച്ചൊടിച്ച് തരാടാ. ഇതും പറഞ്ഞ് ഓരോ പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങാട്ടോ ജലജ. ഓരോ പേപ്പറും വായിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൽ നയനയുടെയും ദേവ്യാനിയുടെയും പേരൊക്കെ കാണുന്നത്. ഇതെന്തോന്ന്, നയനയും ദേവ്യാനിയും തമ്മിലുള്ള കോൺട്രാക്റ്റോ? ഇതും പറഞ്ഞ് ജലജ വായിക്കുന്ന സമയത്താണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത്. ഈശ്വര, ഏട്ടത്തിക്ക് ലിവർ കൊടുത്തത് ഈ നയനയായിരുന്നോ? എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ സ്വപ്നോ? ഇതും പറഞ്ഞ് ജലജ കയ്യിൽ എന്നെ ഒന്ന് നുള്ളി നോക്കാട്ടോ. സ്വപ്നമല്ല, അപ്പൊ പിന്നെ ഇവള് തന്നെ ഏട്ടത്തിക്ക് ലിവർ കൊടുത്തത്. അയ്യോ, ഇതെങ്ങാനും ഏട്ടത്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ താഴെ വെക്കില്ല ഏട്ടത്തി. ഒരൊറ്റ കൂട്ടി മുട്ടിക്കാൻ നോക്കുമ്പോ ഞാൻ അറിയാത്ത പലതും ഇവിടെ സംഭവിക്കാം. ഇവളെന്താ വലിയ നന്മമരോ? ഇവൾ അത്രത്തോളം വെറുതെ ഏട്ടത്തിക്ക് ലിവർ കൊടുത്ത് സഹായിക്കാനൊക്കെ. ഇതിലെന്തോ ചതിയുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി മുകളിലേക്ക് ഓടി വരുന്നത്. അമ്മേ, ആദർശ് എഴുന്നേറ്റിട്ടുണ്ട്. അമ്മ എന്താണെന്ന് നോക്കിയോ? എടാ നീ ഈ പേപ്പർ ഒന്ന് നോക്കിക്കേ. എന്താ അമ്മേ?
ഇതൊന്ന് നോക്കടാ. അബി ആ പേപ്പർ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ലിവർ കൊടുത്തത് നയനയാണെന്നുള്ളതൊക്കെ അബിയും തിരിച്ചറിയുന്നത്. അപ്പൊ അബി പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ഇതിൽ പറയുന്ന നയന അവള് തന്നെയാണോ? അതേടാ, 101% ഉറപ്പാ. ഭർത്താവിന്റെ പേര് കൊടുത്തിരിക്കുന്നത് നോക്ക്, ആദർശ്. അയ്യോ, ഇതെങ്ങാനും വല്യമ്മ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എല്ലാം തകർന്നില്ലേ? തകർന്നോന്നോ? ആ കരള് കേടായവൾ അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഇവളോട് സഹതാപമായിരിക്കും. തന്നെ സഹായിച്ചത് ഇവളല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാമേ. ചിലപ്പോ വല്യമ്മയ്ക്ക് അവളാ കരള് കൊടുത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ പ്രതികരിച്ചാലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ദേ, നിനക്കൊരാൾ കരൾ തന്നു കഴിഞ്ഞാൽ നീ അയാളെ വെറുക്കുകയാണോ ചെയ്യാ? അല്ല അമ്മേ, അമ്മ ഈ പേപ്പർ നല്ലായിരുന്നല്ലോ പോയത്. എടാ, ഇപ്പൊ ഇതാ വിഷയം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. ഹോ, എനിക്കിപ്പോൾ ആകെപ്പാടെ ടെൻഷനായി. ചുമ്മാ ഈ പേപ്പർ അന്വേഷിച്ച് പോവേണ്ടിയില്ലായിരുന്നു. അമ്മേ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാ അമ്മേ? സത്യങ്ങൾ എന്നായാലും ആ ദേവയാനി അറിയൂ. അതിനു മുന്നേ ലിവർ കൊടുത്താലും ഏട്ടത്തിയുടെ ഉള്ളിൽ ദേഷ്യം വരത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചേ പറ്റൂ. അല്ലമ്മേ, ഇത് വല്ലതും അവരറിഞ്ഞു കാണോ? അല്ല, ഞാൻ ചോദിക്കാൻ കാരണം അമ്മ അന്ന് പറഞ്ഞില്ലേ അമ്മായിക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന്. ചിലപ്പോ ആ മാറ്റം ഇത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കോ? ഒരിക്കലും അല്ലടാ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്ന് കണ്ടാ പോരാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ ദേവയാനി ഇതുവരെ കാര്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് ജാനകിയെ അറിയിച്ചേ പറ്റൂ. അയ്യോ, ജാനകി അമ്മായിക്ക് ഇനി അവരോട് സ്നേഹം തോന്നിയാലോ? ഏയ്, സ്വന്തം മരുമകൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ജാനകി ഇപ്പൊ തയ്യാറാ. അവളുടെ മരുമകൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞാൽ അവള് നമ്മുടെ കൂടെ സപ്പോർട്ടായി നിൽക്കും. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. എന്തായാലും ആ എപ്പിസോഡുകൾ കഴിഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.